പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്വാസനാദമെന്ന ആത്മീക ശുശ്രൂഷയുടെ 66-ാമത്തെ എപ്പിസോഡിലേക്കുള്ള സ്വാഗതത്തെയും ഒപ്പം വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയം മക്കൾ എന്നുള്ളതാണ്. വിഷയം മക്കൾ. ദൈവവചനത്തിൽ കാണുന്ന ചില മക്കളെ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തിയിട്ട് നാം ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ട് അതിനകത്ത് ദൈവമക്കളായ നമുക്ക് എന്തെല്ലാം വിശേഷണങ്ങൾ മക്കളോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന് ഓർപ്പിച്ച് തിരുസന്നദ്ധിയിൽ നിന്ന് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, നിങ്ങളുടെ മക്കൾ. വാക്യമുണ്ടോ? പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. അത് ഇങ്ങനെയാണ്: വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അപ്പോൾ നിങ്ങളുടെ മക്കൾ എന്ന ഒരു ഭാഗം ദൈവവചനത്തിൽ കാണുന്നത് കൊണ്ട് അത് മനുഷ്യരുടെ മക്കളെ വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റുന്നു. 2, ലോകത്തിൻ്റെ മക്കൾ. 2, ലോകത്തിൻ്റെ മക്കൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ ഈ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. സ്തോത്രം. അവിടെ ലോകത്തിൻ്റെ മക്കൾ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ മക്കൾ. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നു ലോകത്തിൻ്റെ മക്കൾ. മൂന്നാമത്തേതാണ് മറ്റൊരു പ്രത്യേകത. അത് എന്താണ് എന്ന് പരിശോധിക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിലേക്ക് വരണം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. അപ്പോൾ മൂന്നാമത്തെ ഗണമെന്ന് പറയുന്നത് പിശാചിൻ്റെ മക്കളാണ്. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ഗണമെന്ന് പറയുന്നത് പിശാചിൻ്റെ മക്കളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ എത്ര കൂട്ടരെ ചിന്തിച്ചു കഴിഞ്ഞു? 1, മനുഷ്യ മക്കൾ. 2, ലോകത്തിൻ്റെ മക്കൾ. 3, പിശാചിൻ്റെ മക്കൾ. 4-ാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം തന്നെ അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ ദൈവം അവന് അധികാരം കൊടുത്തു. ആർക്ക്? കർത്താവിന്. ആര് കൊടുത്തു? പിതാവ് കൊടുത്തു. ശ്രദ്ധിക്കുക, അത് മക്കൾ ആകാനുള്ള അധികാരമാണ്. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. 1, നമ്മുടെ മക്കൾ. 2, ലോകത്തിൻ്റെ മക്കൾ. 3, പിശാചിൻ്റെ മക്കൾ. 4, ദൈവത്തിൻ്റെ മക്കൾ. നമ്മുടെ ചിന്ത ദൈവത്തിൻ്റെ മക്കൾ എന്ന ഭാഗത്തേക്കാണ്. ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ 1, 2, പ്രിയ മക്കൾ. സ്തോത്രം. ശ്രദ്ധിക്കുക, അങ്ങനെ ഒത്തിരി പദങ്ങൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. ആരംഭത്തിൽ നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾ എന്ന ചിന്തയിലേക്കാണ്. ദൈവത്തിൻ്റെ മക്കൾ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ മക്കളാകാൻ അവിടെ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. 1, യേശുവിനെ കൈക്കൊള്ളുക.
2, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് ആ വിശ്വാസം ഏറ്റുപറയുന്നതിനെ കൂടെ കാണിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവിനെ കൈക്കൊള്ളുക, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, അഥവാ കർത്താവിനെ ഏറ്റുപറയുക. ഇത് 3 കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരാൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിനെ ഏറ്റുപറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടും. കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ തിന്മയ്ക്ക് കീഴിലുള്ളൊരു മനുഷ്യനാണ്, അങ്ങൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, അങ്ങയെ ഞാൻ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാക്കുകൊണ്ട് നീതിക്കായി ഏറ്റുപറഞ്ഞാൽ ദൈവവചനം പറയുന്നു, താങ്കൾ രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവർ ആരായി എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മക്കളായി. അപ്പോൾ ഈ അധികാരം എന്തിന് എന്ന് ചോദിച്ചാൽ നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അധികാരമല്ല ഇത്. അത് ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അധികാരമാണ്. ദൈവത്തിന് സ്തോത്രം. 2, ദൈവമക്കളെ നാം തിരിച്ചു പിടിക്കുകയാണ്. ആദ്യം മൊത്തത്തിൽ മക്കളെന്ന കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ശ്രദ്ധിക്കുക, അത് നമ്മുടെ മക്കൾ, ലോകത്തിൻ്റെ മക്കൾ, പിശാചിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ. ഇനി നാം പഠിക്കുന്നത് ദൈവ മക്കൾ, അവരുടെ അവസ്ഥാവിശേഷങ്ങളാണ്. അവർ ആരൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയുണ്ട് എന്ന് പഠിക്കുകയാണ്. 1, സാധാരണ നാം ചിന്തിക്കുന്നത് പോലെ ദൈവമക്കളുണ്ടെന്ന് പഠിച്ചു. 2, വചനം വായിക്കുന്ന എഫെസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ, എന്നാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ ഇവിടെ ആരുണ്ട്? പ്രിയ മക്കളുണ്ട്. സ്തോത്രം. പ്രിയ മക്കൾ എന്ന് കാണുമ്പോൾ പഴയ നിയമത്തിൽ ഏറെക്കുറെ സാമ്യമുള്ളൊരു ഭാഗം നമുക്ക് കാണുന്നു. അത് ദാനിയേലിനെ കുറിച്ച് പറയുന്നതാണ്. മോശയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, നോഹിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, ദാവീദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ദാവീദിനെ കുറിച്ച് ആശയം വ്യക്തമാക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. സ്തോത്രം. എൻ്റെ ഹൃദയം പോലെയുള്ളവനെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം. ദാനിയേലിനെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ എന്നാണ് അവിടെ മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ പദം വളരെ ശ്രേഷ്ഠതയോടെ കാണുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തു സ്നാനമേറ്റിട്ട് അവിടെ നിന്ന് കയറുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ കർത്താവിന്റെ മേൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രിയപുത്രനാണ് നമ്മുടെ കർത്താവ് പിതാവിനെങ്കിൽ നാം നമ്മുടെ കർത്താവിന്, നമ്മുടെ ദൈവത്തിന് ആരാകണം എന്ന് ചോദിച്ചാൽ നാം പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. സ്തോത്രം. അപ്പം നമ്മൾ പ്രിയ മക്കൾ എന്ന പോലെ എന്ന് പറയുമ്പോൾ പ്രിയ മക്കളാകണം. പ്രിയ മക്കളാകണമെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണ്? 1, ദൈവത്തെ അനുകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അനുകരിക്കണം. ആരെയാണ് അനുകരിക്കേണ്ടത്? ദൈവത്തെയാണ് അനുകരിക്കേണ്ടത്. സ്തോത്രം. 2, 2-ാം വാക്യത്തിൽ 5-2, എഫെസ്യ ലേഖനം 5-2, സ്നേഹത്തിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ എളുപ്പത്തിൽ ചിന്തിക്കാൻ പറ്റുന്നതും ഏറ്റവും ബുദ്ധിമുട്ടുമായ ഒരു കാര്യമാണ് സ്നേഹത്തിൽ നടക്കുക. സ്നേഹത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന ഉത്തമ ഉദാഹരണം, ക്രിസ്തുവും നമ്മെ സ്നേഹിച്ചു. കണ്ടോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. സ്തോത്രം. അതായിരിക്കണം നമ്മളും. ഒന്നുകൂടെ പറഞ്ഞാൽ, നാം ഒരു യാഗാർപ്പണമായി ദൈവഭാഗം തീരണം. അങ്ങനെ തീരുമ്പോൾ നാം മരിച്ചു, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ആ സ്നേഹത്തിൽ നടക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ദൈവം തൻ്റെ മക്കളെ സഹായിക്കട്ടെ. പ്രിയമക്കൾക്കുള്ള 3-ാമത്തെ പ്രത്യേകത, അവരുടെ കയ്യിൽ അശുദ്ധമായതൊന്നുമില്ല. ദുർനടപ്പ്, യാതൊരു അശുദ്ധി, അത്യാഗ്രഹം നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും വരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അശുദ്ധമായത് ഒന്നുമില്ല. 1, ദൈവമക്കൾ. 2, പ്രിയമക്കൾ. 3, നാം ചിന്തിക്കുന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. അത് ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന് 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകണം. 3, നമ്മൾ ആരാകണം? നിഷ്കളങ്ക മക്കളാകണം. അത് ആർക്കാകണം? ദൈവത്തിനാകണം. അപ്പം നാം ആരാണ് ആയിത്തീരേണ്ടത്? ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകണം. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകണമെങ്കിൽ താഴെ എഴുതിയിരിക്കുന്നു, പിറുപിറുപ്പ് ഒഴിവാക്കണം. 2, വാദം ഒഴിവാക്കണം. അപ്പോൾ പിറുപിറുപ്പും വാദവും ഒഴിവാക്കാതെ
നമുക്ക് ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകാൻ പറ്റുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നാം നീക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പിറുപിറുപ്പ് എന്ന അവസ്ഥയാണ്. സ്നേഹിതരെ, വാസ്തവത്തിൽ ശാന്തമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പില്ലാത്ത ഏതെങ്കിലും അവസ്ഥകളുണ്ടോ, സന്ദർഭങ്ങളുണ്ടോ? ഇല്ലല്ലോ. എല്ലാറ്റിനും അകത്ത് കിടപ്പുണ്ട്. അത് ഉപേക്ഷിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ മൂന്നാമത്തെ പ്രത്യേകത, നാം നിഷ്കളങ്ക മക്കളാകണം എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പ്രത്യേകത എന്താണ്? അവൻ ദൈവമക്കളാണ് ഒന്നെങ്കിൽ, 2 പ്രിയ മക്കളാണെങ്കിൽ, 3 നിഷ്കളങ്ക മക്കളാണെങ്കിൽ, നാലാമത്തെ പ്രത്യേകത നാം ആരാകണം? യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ. സ്തോത്രം. നമ്മൾ ആരാണ് ആകേണ്ടത്? വെളിച്ചത്തിൻ്റെ മക്കളാണ് ആകേണ്ടത്. വെളിച്ചത്തിൻ്റെ മക്കളാകണമെങ്കിൽ നാം എന്തിൽ നടക്കണം? വെളിച്ചത്തിൽ നടക്കണം. ആരാണ് വെളിച്ചം? ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഏത് ഇരുളിനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ഇരുളിനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം ആറാകണം? വെളിച്ചത്തിൻ്റെ മക്കളാകണം. വെളിച്ചത്തിൻ്റെ മക്കളാകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ അകത്ത് വെളിച്ചത്തിൻ്റെ ഫലം കായ്ക്കണം. നമ്മുടെ അകത്ത് എന്ത് കായ്ക്കണം? വെളിച്ചത്തിൻ്റെ ഫലം നമ്മുടെ അകത്ത് കായ്ക്കണം. നമ്മുടെ വെളിച്ചത്തിൻ്റെ ഫലം കായ്ക്കുന്നു എന്നുള്ളതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവദിനം പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നു, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. പ്രൈസല്ല. അപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളാകണമെങ്കിൽ വെളിച്ചത്തിൽ നടക്കണം. അത് ക്രിസ്തുവിൽ നടക്കണം. ആ വെളിച്ചത്തിൽ നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? സ്തോത്രം. സകല സൽഗുണവും നീതിയും സത്യവും നാം വെളിപ്പെടുത്തുമ്പോൾ വെളിച്ചത്തിൻ്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടും. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന് 35-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന് 35-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കും, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരമിച്ചിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, അവിടെ നിന്ന് നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ എഴുതിയിരിക്കുന്നു അത്യുന്നതൻ്റെ മക്കളെന്ന്. ദൈവത്തിന് സ്തോത്രം. നാം അത്യുന്നതൻ്റെ മക്കളാണെന്ന് വെളിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത്യുന്നതൻ്റെ മക്കളാണെന്ന് വെളിപ്പെടുത്തണമെങ്കിൽ ദൈവവചനം പറയുന്നു, 1, ശത്രുക്കളെ സ്നേഹിപ്പിൻ. എത്ര പറഞ്ഞാലും നമ്മുടെ അകത്ത് ഇപ്പോഴും ശത്രു കിടക്കുന്നില്ലേ? നമ്മുടെ അകത്ത് അവൻ, അവൾ, അവർ, ഇവർ എന്നും ശത്രുവല്ലേ? ദൈവവചനം അങ്ങനെ പറയുന്നില്ല. അവരെ സ്നേഹിപ്പാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവരെ നമ്മൾ സ്നേഹിക്കണം. തീർന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അവർക്ക്. സ്തോത്രം. നമുക്ക് നന്മ ചെയ്യുന്നവർക്കല്ല, നമ്മളെ ഉപദ്രവിച്ചവർക്ക്, നമ്മളെ ശത്രുവായി നാം കണ്ട പ്രിയപ്പെട്ടവർക്ക് നന്മ ചെയ്യുവിനെന്നാണ് എഴുതിയിരിക്കുന്നത്. നന്മ ചെയ്യുവനെന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറാം, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ വരാം. ആ സമയത്ത് വചനം പറയുന്നു, ഒന്നും പകരവിച്ചിക്കാതെ കടം കൊടുപ്പിനെന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്കത് പറ്റുമോ? അങ്ങനെ ചെയ്യുമ്പോൾ വചനം പറയുന്നത്, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. സ്തോത്രം. അപ്പോൾ നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതിന് കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്, അവിടെ നിന്ന് നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. പ്രിയമുള്ളവരെ, ലോകത്തിൽ സാധാരണ നാം മനുഷ്യരുടെ മക്കളാണ്. 2, ലോകത്തിൻ്റെ മക്കളുണ്ട്. 3, പിശാചിൻ്റെ മക്കളുണ്ട്. പിശാചിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളും തിരിച്ചറിയാൻ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ 10-ാം വാക്യം വായിച്ചാൽ മതിയാകും. 4, ദൈവത്തിൻ്റെ മക്കളുണ്ട്. ദൈവത്തിൻ്റെ മക്കളിൽ തന്നെ ദൈവമക്കളുണ്ട്, പ്രിയ മക്കളുണ്ട്, നിഷ്കളങ്ക മക്കളുണ്ട്, വെളിച്ചത്തിൻ്റെ മക്കളുണ്ട്, അത്യുന്നതൻ്റെ മക്കളുണ്ട്.
ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഉയരത്തിലേക്ക് കയറി ദൈവം ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് എത്തുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്നോർപ്പിച്ച് വാക്കുകൾ നിർത്തുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുകൃപയ്ക്കായി സ്തോത്രം. കേട്ടതൊഴുകി പോകാതെ ശ്രദ്ധയോടെ കരുതുകയും കർത്താവേ, അത്യുന്നതൻ്റെ മക്കളായി ദൈവസന്നതയിൽ ദൈവസ്വഭാവം വെളിപ്പെടുത്തുകയും ചെയ്യുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് പകരണമേ പിതാവേ. അവിടുന്ന് അങ്ങനെ ചെയ്തല്ലോ, പ്രാർത്ഥന കേട്ടല്ലോ, ഓർത്തിട്ടങ്ങയെ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.